തിരക്കുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കൊട്ടും താമസിക്കാതെ ഇന്നത്തെ വിഷയം എന്താ നോക്കാം. മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി വളർത്തുക എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല. വളരെയധികം അനിശ്ചിതത്വങ്ങൾക്കിടയിൽ നല്ല രക്ഷാകർത്തവ്യം അനിവാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം വളരെയധികം സ്മാർട്ടായതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളും അങ്ങനെ തന്നെയായിരിക്കണം. നമ്മൾ ഇന്നിവിടെ പറയുവാൻ പോകുന്ന നുറുങ്ങുവിദ്യകൾ യഥാർത്ഥത്തിൽ കുട്ടികളെ മനസ്സിലാക്കുവാനും അവരെ ശരിയായ രീതിയിൽ വളർത്തുവാനും നമ്മളെ സഹായിക്കും. അതിനൊന്നാമതായി, കുട്ടികളെ വില കുറച്ച് കാണരുത്. എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശാസിക്കാതെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് തെറ്റുകൾ തിരുത്തി പറഞ്ഞു കൊടുക്കുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയുമാണ് ചെയ്യേണ്ടത്. അവർക്ക് ഓരോരുത്തർക്കും യഥാർത്ഥത്തിലുള്ള കഴിവിനെ ആദ്യം തിരിച്ചറിയുകയാണ് വേണ്ടത്. ചില കുട്ടികൾക്ക് ഡാൻസിലും മ്യൂസിക്കിലും ഒന്നും താല്പര്യമില്ലാതിരിക്കാം, പക്ഷെ അവർക്ക് വേറെന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായി വരയ്ക്കാനുള്ള കഴിവ്. കുട്ടികൾ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ നമ്മൾ സമയം കൊടുക്കണം. നമ്മൾ ഒരു കാര്യങ്ങൾക്കും പിടിവാശി പിടിച്ചുകൊണ്ടിരിക്കാതെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറുവാനും നമ്മളും ശ്രമിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കാത്ത പക്ഷം അവരെ ദേഷ്യം പിടിപ്പിക്കുന്നതിലൂടെയും നമ്മൾ സ്വയം ദേഷ്യപ്പെടുന്നതുകൊണ്ടും ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് അവരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യണം. രണ്ടാമതായി, നമ്മുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായി ഒരിക്കലും താരതമ്യം ചെയ്യുവാൻ പാടില്ല. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളായിരിക്കും ഉണ്ടാവുക. അവർക്ക് പഠിക്കുവാനുള്ള കഴിവ് കുറവാണെങ്കിൽ തന്നെയും മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ പിഞ്ചു മനസ്സ് വേദനിക്കുകയല്ലാതെ അവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്ക് നമുക്ക് പ്രധാന പങ്ക് വഹിക്കുവാൻ കഴിയണം. മൂന്നാമതായി, നമ്മുടെ കുട്ടിയുടെ ശീലങ്ങൾ നമ്മൾ നന്നായി നിരീക്ഷിക്കണം. ആവശ്യമുള്ളപ്പോൾ ഉചിതമായ ഉപദേശം നൽകണം. കുട്ടികളെ എപ്പോഴും നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. അവരുടെ ശീലങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശരിയായ ഭക്ഷണശീലങ്ങളും ഉറക്കവും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഏറെ സഹായകമാണ്. കുട്ടികളുടെ ശീലങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അവരോട് ദേഷ്യപ്പെടുന്നതിന് പകരം മര്യാദയോടെയും സ്നേഹത്തോടെയും അവർക്ക് മനസ്സിലാക്കി തിരുത്തി കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന വിശ്വാസമാണ് അവരിൽ ആദ്യം ഉണ്ടാക്കേണ്ടത്. നാലാമതായി, കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും നല്ലൊരു മാതൃകയായിരിക്കണം. കാരണം നമ്മളെ കണ്ടാണ് അവർ വളരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുൻപിൽ നല്ല പെരുമാറ്റങ്ങളും നല്ല വാക്കുകളും എപ്പോഴും ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. നമ്മൾ പരസ്പരം എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ അത് കുട്ടികളുടെ മനസ്സിനെ തകർത്തുകളയും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാതെ നോക്കണം. അഞ്ചാമതായി, കുട്ടികൾക്കായി പ്രത്യേക സമയം നീക്കിവെച്ചുകൊണ്ട് അവരെ നന്നായി മനസ്സിലാക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇതുപോലെയുള്ള സമയങ്ങളിൽ നമ്മളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയം നല്ലൊരു ബന്ധം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നു. ഇതിലൂടെ കുട്ടികൾ ആഗ്രഹിക്കും പോലെ നമുക്കും മാറുവാൻ സാധിക്കും. നമ്മുടെ കുട്ടികളെ നമ്മൾ എത്രത്തോളം നന്നായി മനസ്സിലാക്കുന്നുവോ അത്രയധികം അവർക്ക് അനുവദിച്ച സമയങ്ങളിലൂടെ നമുക്കും സന്തോഷമായി സഞ്ചരിക്കുവാൻ സാധിക്കും. നമ്മോടൊപ്പം കൈയും മനസ്സും പിടിച്ച് സഞ്ചരിക്കുവാൻ അവർക്കും സാധിക്കട്ടെ. ഇതിലൂടെ പാരന്റിംഗ് നമുക്കും എൻജോയ് ചെയ്യാം. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യ ചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.